റോൾ കിട്ടിയോ? റോളുണ്ടോടാ നിങ്ങൾക്ക്? റോളുണ്ടോ? ഹലോ ഹലോ കേക്കാവോ? ഹലോ 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 കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും റോളുണ്ടോ? റോള് ആ പറയാട് ബ്രോ. എന്ത് റോള് മാറ്റിയിട്ടേക്കായിരുന്നു? എത്ര നേരം? അല്ലല്ല, ഞാൻ 10 മിനിറ്റ് ആയല്ലോ. വെയിറ്റ് ചെയ്തോ. അത് കുഴപ്പമില്ല, അവർ കയറട്ടെ. അവർ 10 മിനിറ്റ് അല്ലേ ആട് ബ്രോ. അവർ VC വരണ്ടേ അല്ലേ? 10 മിനിറ്റ് കൊണ്ട് എന്താ കണക്ട് ചെയ്യാൻ പറ്റത്തില്ലേ അവർക്ക്? ആ ഡിലേ ആക്കണ്ട, നടക്കട്ടെ, അവർ കയറിക്കോളൂ. അത് ഇത് കഴിഞ്ഞ് സംസാരിക്കുക. നിങ്ങൾക്ക് എല്ലാവരും റോള്. ഹലോ ഹലോ എടാ, റോളുണ്ടോ? B13 റോളുണ്ടോ? എല്ലാവർക്കും ഉണ്ടല്ലോ. വണ്ടി ഇല്ലേ? ആ ഓക്കെ. അടൂറുണ്ടോ ഇവിടെ? അടൂറോ ഇവർക്ക് T47 വണ്ടി എടുത്തു കൊടുക്കുക. ആ അതൊന്നും ആഡ് ചെയ്യണം. ഗ്യാങ് ഈ അവർ അതിൻ്റെ അകത്ത് തന്നെ വെച്ചാൽ മതി കേട്ടോ. ചെയ്തു എന്നെ ഞാൻ വിളിച്ചു. നീ എവിടെ ആയിരുന്നു? ആണോ? വണ്ടി എടുത്തട്ടെ, ഇൻവെൻട്രിക്കകത്തോട് വെച്ചാൽ മതി. T47 വണ്ടി എടുത്തിട്ട് അതെടുക്കേ. ഓക്കെ, ഇൻവെൻട്രി അതിൻ്റെ അകത്തോട് എടുത്ത് വെച്ച്. അങ്ങനെ റോഡ് ഇടില്ല ബ്രോ, കയറ്റിയിട്. പാർക്കിങ്ങോട്ട് കയറ്റിയിട്. ഇല്ല. ഹലോ 5 വണ്ടി. ഹലോ പറടാ. ഇടാ അവിടെ. എടാ കീ അതിൻ്റെ അകത്ത് ഇൻവെൻട്രിക്കകത്ത് നോക്കാം. ഓഡിയോ ഓണാണേ, ഡെസ്ക്ടോപ്പ് ഓഡിയോ ഓണാണേ, സൗണ്ട് ഓണാണേ കേട്ടോ. ഡെസ്ക്ടോപ്പ് ഓഡിയോ ഓണാണ്. കേട്ടോ സൗണ്ട് ഓണെന്നല്ലേ? പറഞ്ഞ കേറാൻ പറ്റുന്നില്ല. എന്താ കാണിക്കുന്നേ? പുറത്തുള്ളവർക്ക് എല്ലാവർക്കും കയറാൻ പറ്റില്ലല്ലോ. ഞാൻ ആളെ വിടാം. VC-ലോട്ട് പുറത്തുള്ള എവിടെ? ഏത് കൺട്രി ഏതാന്ന് B13 VC-ലോട്ട് പോയടാ. ബ്രോ കൺട്രി ഏതാന്ന് നോക്കട്ടെ. ഓക്കെ, അവന്റെ കൺട്രി നോക്കിട്ട് കൺട്രിയിലൊക്കെ ഒന്ന് മാറ്റി കൊടുക്കും. ഡ്രസ് പോലും ഇട്ടിട്ടില്ലേ? ഓക്കെ, അപ്പോൾ ടർഫ് സ്റ്റാർട്ടായിരിക്കുകയാണ് ഗൈസ്. നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വന്നില്ലേ ഗൈസ്? സൗണ്ട് വന്നില്ലേ? സൗണ്ട് ഇല്ലേ? സൗണ്ട് ഇല്ലേ? സെറ്റല്ലേ? ഒന്നുമില്ലല്ലോ. അടക്ക വണ്ടി അടക്കാം. ഹലോ, പറയരുത്. ഈ ഗ്യാങ് സിറ്റിയിലുണ്ടോ? നമ്മുടെ പഴയ ഗ്യാങ്ങിന്റെ വണ്ടിയാണല്ലോ ഇത്. ഏത് ഇതാ ഗ്യാങ്? ഇത് ടൈറന്റ് 47. സോറി കേട്ടോ, അത് നമ്മൾ സർവർ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇപ്പൊ എല്ലാ ടർഫും ഒക്കെ ഈ വണ്ടിയാണല്ലോ ഇത്. ഇപ്പൊ ഇവിടെ ഇല്ലാത്തൊരു ഗ്യാങ്ങിന്റെ വണ്ടിയല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ നമുക്ക്. എന്നാലും ലിവറി ഒക്കെ അടിച്ചിങ്ങനെ വേറെ വല്ല പച്ച ചുവപ്പ് നീല ഇത് കാണുമ്പോ നിങ്ങൾക്ക് ഒരു നഷ്ടബോധം തോന്നിട്ടെന്ന് കരുതി ഇട്ടേക്കുന്നേ, മനസ്സിലായോ? പിന്നെ വിഷമം വരുന്നുണ്ട് കാണുമ്പോ. നൊസ്റ്റാൾജി അടിക്കണേ. അതോ, എങ്കിൽ പിന്നെ മാറ്റിക്കാം കേട്ടാ. അത്രയുള്ളൂ. ഈ നാളെ ആവട്ടെ.
അടുവർ വന്നാ പറഞ്ഞു ഞാൻ പറഞ്ഞു. ഇത് നാളെ ടർഫിന് ഇവരുടെ ബാക്കിയുള്ള ഗ്യാങ്ങുകളിലെല്ലാം വണ്ടിയിൽ ഇവർ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണേ. കെവിയുടെ കളിക്കാത്ത പ്ലേയേഴ്സിനോട് ഇവിടെ ഏതെങ്കിലും ഒരു ലൊക്കേഷനോട് മാറി നിൽക്കാൻ പറ, അടുത്ത ടർഫ് കളിക്കുന്നവരോട് കേട്ടോ. TP ഓഫ് ചെയ്തേക്കെ. ഹലോ ഹലോ ഡ്രസ് ഒന്നും എടുത്തില്ലേ? ഇവിടെ നിങ്ങൾ കളിക്കാത്തൊരു വേറെ ലൊക്കേഷനിലോട്ട് മാറിക്കണേ. ഇവിടുന്ന് മാറി ഇവിടെ നിന്നോട്ടെ കുറച്ച് ഒരിടത്ത് മാറി നിൽക്കാൻ പറഞ്ഞാൽ മതി, ഒറ്റ പോയിന്റിലോട്ട്. എല്ലാവരും ഇവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞാൽ ഇവിടെ തന്നെ കൗണ്ട് എടുക്കാനാ. കാരണം KV ഇപ്പൊ 13 ഇങ്ങോട്ട് വന്ന് നിൽക്കാൻ പറയാം കേട്ടോ. ഇവിടെ ഡിസ്റ്റൻസ് വെച്ചിട്ട് നോക്കിയാൽ മതി. ഇത് 13 പേരുണ്ടല്ലോടാ. എടാ നിങ്ങൾ 13 പേരുള്ളു. നിക്കാം, അത് പ്രശ്നമില്ല. ഇപ്പൊ ഞാൻ നോക്കുമ്പോ നിങ്ങൾ ഇപ്പൊ 14 പേരുണ്ട് സിറ്റിയില്. പക്ഷെ നിങ്ങൾ 2 പേര് ഇവിടെ നിക്കുക. ഒരാള് കണക്ട് ചെയ്യുന്നേ ഉള്ളു. അപ്പൊ നിങ്ങൾ അപ്പൊ ടർഫിലപ്പോ എത്ര? 11 പേര് ഓൾറെഡി ആളുണ്ട്, ടർഫിൽ ആളുണ്ട്. ഓക്കെ കിൽഫീഡ് വരും. കിൽഫീഡ് അത് റേഞ്ച് വെച്ചിട്ടല്ലേ പണ്ട് ആരും ടർഫിൽ ഇട്ട് കൊടുത്തായിരുന്നു. കുറച്ചേ പോയിട്ട് തരാം. എന്നിട്ടോടാ ടർഫ് സ്റ്റാർട്ടായി കുറച്ച് ഇറങ്ങുമ്പോ ചെയ്തിട്ട് കൊടുക്കേ. സ്റ്റാർട്ടായി അതായത് ഇവരിവിടുന്ന് മൂവ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം. മനസ്സിലായോ? ഇത് DX അടുത്ത ടർഫിന്റെ ആൾക്കാർ അല്ലേ? സൂപ്പർ. എന്നിട്ട് ഇപ്പൊ അസൂസിന്റെ കാര്യം പറഞ്ഞത് എന്തിനാണ് ഒന്ന് വിശദീകരിക്കാമോ? അറിഞ്ഞപ്പോൾ അതുപോലെ ഒരു ഉണ്ട് സൗണ്ട് എന്നാ പറഞ്ഞോ? അസൻസിയോ അപ്പൊ അതിന്റെ റോള് എന്താ? റീപോർട്ട്സ് DX-നോട് ഒന്ന് കയറിക്കാൻ പറയാനാടാ. കേറുന്നുണ്ട് ഓൾറെഡി. ഓക്കെ, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവര് B13 റെഡിയായി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞോ ബ്രോ. ഇതൊന്നും ഇല്ലായിരുന്നു അതിന്റെ കയ്യില്. മാറ്റിയിട്ടുണ്ട്. നീ DX ആണോ? ഫോൺ കാണുന്നില്ല. ഫിക്സ് സോൺ. ആർക്കാ സോൺ കാണുന്നില്ലേ? അറിയാണല്ലോ. ഓക്കെ ഗൈസ്, അപ്പോ ടർഫ് തുടങ്ങിയിരിക്കുകയാണ്. ഓ പറഞ്ഞ കൂട്ടാ എന്തുവാ ഗ്യാങ് റോൾ ആയിരിക്കും അല്ലേ? പിന്നെന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, ഒരാൾ ട്രാക്ക് ചെയ്യാനായിരുന്നു. ഐഡി അടുബ്രോ ഇപ്പം ആള് കേറിയാലും ഇല്ലേലും അടിക്കുമ്പോ തുടങ്ങും കേട്ടോ ടർഫ്. അല്ലല്ല, നീ ഇറങ്ങി കയറിയാണോ വർട്ടയും കാണിക്കാതിരിക്കുന്നത്? എന്താ കാണിക്കുന്നത് നിനക്ക്? ആർക്കാ? ഹോക്കിക്കാന്നോ? ഫോൺ മാത്രമേ ഉള്ളൂ, മറ്റേ UA ഇല്ല. അത് ഫിക്സ് സോൺ അടിച്ചാൽ റെഡി ആവും. നിന്റെ ID എത്ര? 88 അല്ലേ? വന്നിട്ടില്ലേ? അതെന്തോ വന്നില്ലായിരുന്നു, കഴിഞ്ഞ ടർഫിൽ വന്നില്ലായിരുന്നു. 118 ഇല്ലല്ലോ. ഓക്കെ ശരി. അവന്റെ ഐഡിയ ചോദിച്ചേ. എടാ നിങ്ങളവിടെ നിൽക്കുവാണെങ്കിൽ ഇപ്പൊ ടർഫ് അടുത്ത സോൺ ഷിഫ്റ്റ് ആവും കേട്ടോ. അടിച്ചല്ലോ. അത് കുഴപ്പമില്ല, നിങ്ങൾക്ക് 10-15 മിനിറ്റ് കിട്ടിയില്ലേ സെർവർ കണക്ട് ചെയ്യാൻ? അവരുടെ അതേ സമയം തന്നെയാണ് അവർക്കും കിട്ടിയിരിക്കുന്നത്. ഇവിടെ സാധനം പകുതി ക്ലിയറായി കേട്ടോ, അവരോട് വന്നില്ല. അതെ, സോൺ ഷിഫ്റ്റ് ഇപ്പൊ സോൺ ഷിഫ്റ്റ് ആവും. നിങ്ങൾ ഇവിടുന്ന് വേഗം മൂവ് ചെയ്യാൻ നോക്ക്. നിങ്ങൾ ആരും കേറിയില്ലേ?
ഈ എന്താ കേറാൻ പറ്റാത്ത എന്താ? നിങ്ങളുടെ നേരത്തെ 12-11 പേരുണ്ടായിരുന്നല്ലോ, ഇപ്പൊ ഇങ്ങനെ 9 ആയേ? നിങ്ങളുടെ 11 പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ ചെക്ക് ചെയ്യുമ്പോ, ഇപ്പൊ 9 പേരേ ഉള്ളു. എവിടെ പോയി കേറിയവർ? എവിടെ പോയി? ഇത് നിങ്ങക്ക് ഡ്രാഗ് ചെയ്ത് തരാം. വലിച്ചു ഇത് നിങ്ങൾക്ക് തന്നെയാണ് ഡിസഡ്വാൻറ്റേജ് കേട്ടോ. അവരെ സോൺ ഷിഫ്റ്റ് ആയി സമയം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് 30 മിനിറ്റ് ആണ് ബാക്കിയുള്ളത്. അപ്പോൾ 40 മിനിറ്റ് ആണ് ടർഫ്. 10 മിനിറ്റ് കഴിഞ്ഞ് ഓരോ സോൺ ഷിഫ്റ്റ് അറിയാലോ എത്ര സമയത്തിലെ ഒരു സോൺ ഷിഫ്റ്റ് ഒന്ന്. ഒരു ഫസ്റ്റ് റൗണ്ട് സോൺ ഇപ്പോൾ ഷിഫ്റ്റ് ആവും. നിങ്ങൾക്ക് ഡിസഡ്വാൻറ്റേജ് ആയിരിക്കും. അപ്പൊ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിന്ന് പോകത്തുള്ളൂ കേട്ടോ. ഇപ്പൊ വലിച്ചിട്ട് തരാം. ആരാ വലിക്കണ്ടെന്ന് പറഞ്ഞാൽ മതി, വലിച്ചിട്ട് തരാം. എടാ കേറാൻ പറ്റാത്ത ഇഷ്യൂവിന്റെ ഇവർക്ക് കൊടുത്ത അതേ സമയം തന്നെയാണ് KVക്കും കൊടുത്തേക്കുന്നത്, മനസ്സിലായോ? സെർവറിൽ ആർക്കും കയറാൻ പറ്റിയിട്ടില്ല റോൾ ഇല്ലാത്തതുകൊണ്ട്. അത് മാറ്റി കൊടുത്തത് എനിക്ക് തോന്നുന്നു 10 മണിയുടെ ടർഫിന് 9:50 അതിന് മുമ്പ് എന്തോ മാറ്റി കൊടുത്ത്, മനസ്സിലായോ? സബ്ബല്ല, ഇത് അടുത്ത ടർഫുണ്ട്, അടുത്ത ടർഫിന് വെക്കുക. കാര്യം ഇവിടുന്ന് മാറാ, രണ്ടുപേരും ഇവിടുന്ന് മാറ്, അവരുടെ അടുത്ത് മാറ്. ബിംബിന്റെ അടുത്ത് പോയിരുന്നു, അവൻ കണ്ട അടങ്ങി ഒതുങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ ആരെയാ വേണ്ടേ? നിങ്ങളുടെ ഒരു കുറെ ആൾക്കാര് ഡ്രസ് മാറുന്നുണ്ട്. ID പറയുകയാണെങ്കിൽ ഞാൻ ID വെച്ചിട്ട് ട്രാക്ക് ചെയ്ത് തരാം. ആർക്കാ? കിട്ടിയോ? നീ പോയി ഡ്രസ് മാറിക്കാൻ ഇങ്ങോട്ട് വാ. ഡേവിസ് ടർഫ് എവിടാന്ന് അറിയാതാണോ? അയ്യോ, ആരാടാ ഡേവിസ് എവിടാന്ന് ചോദിച്ചേ? ഹലോ, ആരാ ഡേവിസ് ടർഫ് എവിടാന്ന് ചോദിച്ചേ? അതാ ടർഫ് എവിടാന്ന് അറിയത്തില്ലേ? അവിടെ ഫ്രണ്ടില് ബോട്ടുണ്ട്, വാ കാണിച്ചു തരാം. വാ പാവങ്ങളാ, ആദ്യത്തെ ടർഫാണോ അവന്റെ? ഓ അത് പറ. എടാ ഇവിടുന്ന് ആ ബോട്ട് വണ്ടിയുടെ ഡ്രൈവർ TP അടിച്ചാൽ മതി, വണ്ടിക്കകത്തിരുന്നുണ്ട്. ഡേവിസ് ക്ലിക്ക് ചെയ്യുക, അറ്റാക്കിംഗ് സെലക്ട് ചെയ്യുക. എടാ നമുക്ക് റീസ്റ്റാർട്ട് ആക്കാൻ പറ്റത്തില്ലടാ. റീസ്റ്റാർട്ട് ആക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നം എന്തൊക്കെയാന്ന് പറഞ്ഞുതരാം. റീസ്റ്റാർട്ട് ആക്കുന്നതിന്റെ ബഗ്ഗല്ല, ഒന്ന് ടൈം ഡിലേ വരും, മനസ്സിലായോ? നമ്മുടെ അടുത്ത ടർഫ് ഷെഡ്യൂൾ ചെയ്തത് 10:45, മനസ്സിലായോ? അതിന്റെ അടുത്ത ടർഫ് 11:30. നമ്മൾ ടൈറ്റ് ഷെഡ്യൂളിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്താന്നറിയാ കാലത്ത്, ഇത് മെന്റൽ ഗെയിം ആണ്, മനസ്സിലായോ? വണ്ടിയിൽ വെടി വിളിക്കാൻ പാടാണ് കേട്ടോ, വെടി പോയില്ല എന്റെ തോക്കി. എന്ത് T47 ലിവറില്ലാതെ വെടി കൊള്ളാത്ത നിങ്ങളുടെ നേരെ നിന്നു. ഇത് ഇങ്ങനെ വെടി വെച്ച് പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് അകത്താളുണ്ട്. പറഞ്ഞ എടാ കീ നമ്മൾ എല്ലാവർക്കും വണ്ടിയുടെ അകത്ത് വെച്ചിട്ടുണ്ട്. കീ എല്ലാവർക്കും കൊടുത്തില്ല. ഇൻവെന്ററി നോക്ക്, വണ്ടിയുടെ മറ്റേ ഇതിൽ നോക്ക്. നമ്മൾ എല്ലാ വണ്ടിക്കും കീ അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ആരെങ്കിലും എക്സ്ട്രാ ഒരുപാട് കീ കൂടുതൽ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്ക്. അടുപ്പുറം എണ്ണത്തിൽ കൂടുതൽ വണ്ടി ഇട്ട് കൊടുക്കല്ലേ. പറൂട്ടാ പറ മോനെ, പറയടാ.
ഓ മ്യൂട്ടാണല്ലോ. പറ കൂട്ടാ നറൂട്ടോ. ഇപ്പൊ എന്തുവാ ഇത്? നറൂട്ടോ ഹലോ, നീ എന്നെ അപ്പാന്ന് വിളിച്ചില്ല. പറഞ്ഞോ. അതൊരു കീ കൊടുത്ത കീ. ഇതിപ്പോ വണ്ടി ഡി മേടിച്ച പറഞ്ഞ കീ പോകും കേട്ടോ. ഇല്ല പോട്ടില്ല. ഡി മേടിക്കരുത്. ഞാൻ ഡി മേടിച്ചല്ലോ, എന്റെ കയ്യിന്നല്ലേ അല്ല കീ എടുത്ത് മാറ്റിട്ട് ഡി മേടിച്ചാ പോയില്ല. അതായത് കീ മാറ്റിയിട്ട് നിങ്ങൾ ഡി മേടിച്ചാൽ അവർ ഇങ്ങോട്ട് ഇന്ന് കീ പോകും. ഇല്ല അല്ല കീ നിലത്ത് ഡ്രോപ്പ് ചെയ്തിട്ട് ഡി മേടിച്ചാ മതി. ഞാൻ അവരുടെ കയ്യിൽ കൊടുത്തിട്ടല്ലേ ഡി മേടിച്ച്. അപ്പം പോതില്ല, എന്റെ കയ്യിലുണ്ടെങ്കിൽ പോത്തുള്ളൂ. ഓക്കെ എങ്കിൽ പോകത്തില്ല എനിക്ക്. അത് പോവും. അതെങ്ങനെ മറ്റേത് പോത്തില്ല. ഇവനെന്ത് വയ്യേ? രണ്ടാമത്തെ സോൺ വന്നു. ഈ വണ്ടി വേണ്ട. പൊരുത്തം വിളിക്കും കേട്ടോ, ഹെൽപ്പ് ഇടുവേ കീ പോയെന്ന് പറഞ്ഞിട്ട്. എന്നെ അറിയില്ല, ഞാൻ ഡി വി അടിച്ചു. അറിയില്ല. നമ്മള് തന്നെ സ്പോൺ ചെയ്തല്ലോ, വേറെ ആരും T47 സ്പോൺ ചെയ്യണടാ. വേറെ ആരും സ്പോൺ ചെയ്യാൻ. അവനില്ല. ഓക്കെ ഗായ്സ്, അപ്പോ ടർഫ് മനുഷ്യ 25 മിനിറ്റ് ബാക്കി. നിങ്ങൾ സ്പെക്കൊന്നും ചെയ്യുന്നില്ലേ? ഇവിടുന്ന് നീങ്ങിയാലല്ലേ സ്പെക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇവരിവിടെ നിൽക്കുമ്പോ ഞാനെന്ത് ചെയ്യാനാ? നിങ്ങളുടെ 10-9 പേരെ വീണ്ടും എനിക്ക് കാണിക്കുന്നത്. ഉറപ്പാണ് നിങ്ങൾ ആളുണ്ടെന്ന് സിറ്റിയില്. വന്നു കഴിയുമ്പോ ടർഫ് തീർന്നു പോകും കേട്ടോ. അവസാനം ആദ്യമായിട്ട് ഒരു ടീം ടർഫിൽ പോലും കേറാതെ സമയം തീർന്ന് നോക്കും കേട്ടോ. എടാ 35 പേരുള്ള ഗ്യാങ്ങില് 2 പേരെ മാറ്റിയിടാൻ ഇല്ല നിങ്ങൾക്ക്? അല്ല 12 പേര് ബാക്കപ്പും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വരുന്നുണ്ട്. എനിക്ക് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ഇവിടെ നിന്ന് വേറെ ഇറങ്ങും. ആ പറയടാ, റോള് വേണോ? ഞാൻ കൊടുക്കും. കൊടുത്തു. കിട്ടിയോ? എനിക്ക് ഇതില് കയറാൻ പറ്റുള്ള റേഡിയോ കിട്ടിയില്ലേ? നോക്ക്. കിട്ടിയില്ലേ? ഞാൻ കൊടുത്തു. ഹലോ സത്താം ബ്രോ, ഹലോ. കൊടുത്ത് അവർ റേഡിയോ കണക്ട് ചെയ്യുമായിരിക്കും. ചെയ്യട്ടെ. അങ്ങനെ നമ്മുടെ ടർഫിന്റെ ചരിത്രത്തിൽ ആദ്യമായി ടർഫിൽ പോലും കയറാതെ ഒരു ഗ്യാങ് ടർഫ് തോൽക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു. അയ്യോ, രണ്ടാമത്തെ സോണും ഷിഫ്റ്റായി. ഓ, ഇനിയിപ്പോ എന്തിനാ അങ്ങോട്ട് പോന്നേ? ഇനിയിപ്പോ അങ്ങോട്ട് പോയിട്ട് കാര്യം എന്താ? ഇപ്പൊ അങ്ങോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. തീർന്ന് അവിടെ എത്തുമ്പോഴേക്കും 3ാമത്തെ സോണ് തീർന്ന്, ടർഫ് തീർന്ന്. നോക്ക് ഏക്കെ, ഇതിനകത്ത് എവിടെ കേറാനാ? 20 മിനിറ്റ് ഉണ്ട്. ഖത്തം. ബൈ ടാറ്റ. അപ്പൊ വൈറ്റ് ലിസ്റ്റ് ഭയങ്കര ബാഡ് ആണ് കിട്ടാന്ന്. വൈറ്റ് ലിസ്റ്റ് എന്ത് പറ്റി ബ്രോ? ഹലോ എന്താ ബ്രോ? ഹലോ, വെസ്റ്റ് ഇടുന്നതിന് കുഴപ്പമുണ്ടോ? ബ്രോ വെസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ വെടിവെക്ക് കൊള്ളുന്നത് ഇത് കൗണ്ട് മാറും ബ്രോ. ഡാമേജ് കൂടുതലാണ്. അതുകൊണ്ടല്ലേ അതിന്റെ വെസ്റ്റ് എന്ന് പറയുന്നത്. ആ വെസ്റ്റ് അല്ല, പിന്നെ ഈ വെസ്റ്റ്. ഏത് വെസ്റ്റ്? ഈ കേവി ഇട്ട വെസ്റ്റ്. വീത്തട്ടിനൊക്കെ പോയോ? വെസ്റ്റ് അല്ലേ ബ്രോ? പോയല്ലേ? ഇതൊന്നും ഇടാൻ പറ്റത്തില്ല. ഇതെന്താണ് കാലത്ത് ഇട്ടേക്കുന്നത്? പോയി ഒരു അത് എക്സ്പീഡ് ഇപ്പൊ ഇല്ലല്ലോ, ഇപ്പൊ KV അല്ലേ? ദൂരെ രണ്ട് ടാഗില്ല. ഓ അങ്ങനെ. ഇപ്പൊ ടാഗ് മാറ്റി തരാം. വീട്ടിൽ വേണ്ട വീട്ടിൽ പറഞ്ഞു വിടാൻ പറയാൻ തന്നെ. കില്ലോട് 10 ഇതായിരിക്കും. അവരനങ്ങി വേടാ, പോയോടാ. അവരെല്ലാരും പോയല്ലോ. ആണല്ലേ? അവൻ 8 പേരായി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. പാവങ്ങള്. എന്തുവാ നാറൂട്ടോ? ഞാൻ ഉണ്ടായില്ല. ഇവർക്ക് ആളുണ്ടോ? അടുത്ത ആള് കത്തി. മീഡിയം സിസ്റ്റം.
അത് ഇച്ചിഗോ എപ്പോഴും കുറോസാക്കി. അത് എടുത്ത് മാറ്റാൻ പറഞ്ഞായിരുന്നില്ല, ഞാൻ മറന്നുപോയി. അല്ല മാറ്റണ്ട, വീഡിയോ അറിയട്ടെ ആ വീഡിയോ വന്ന്. അത്രേ ഉള്ളു ആ മൈൻഡ്. അധികം ഡിലേ ആക്കിയുള്ള പ്രശ്നം ഡിലേ ആയി. നീ 2 സോൺ കഴിഞ്ഞ്, അതായത് 20 മിനിറ്റ് കഴിഞ്ഞ്. ഇപ്പൊ ലാസ്റ്റ് മാത്രമേ ഉള്ളൂ. ആ വന്ന് യെസ്, ഇപ്പൊ അടി പൊട്ടും. ഓൾറെഡി എല്ലാരും പൊസിഷനിലുണ്ട്. തലയ്ക്കകത്ത് വലിയ ആളില്ലത്. ഓക്കെ, മീഡിയം ഡ്രേക്കൻ ഡൗൺ. ടർഫും പോയി. ഞാൻ പിടിച്ചോ കളിക്കാൻ റേഡിയോയിലൊക്കെ കേറിയിട്ട്. ഇവിടെ ആരൊക്കെ ചത്തിട്ടുണ്ട് കേട്ടാ. ഓ വീട്ടിലൊരു പ്ലെയർ ചത്തു. വണ്ടി ഇരുന്ന് ശാത്താൻ തെറ്റായി. ആകെ അവർ 8 പേരെന്തേ ഉള്ളു. അല്ലല്ല, ആൾക്കാർ കേറുന്നുണ്ട് കേട്ടോ. അത് കേറിക്കോട്ടെ. അവനെന്തോ ഗണ്ണറിയിലൂടെ ഭാഗ്യമുണ്ട് അവന്. ഓ ഇല്ല, ആദ്യം തിരിച്ചെടുത്ത് ആ ഭാഗ്യം തീർന്നു. വിക്ടറിന്റെ കാര്യത്തിലും തീരുമാനമായി. പോകുന്നില്ലല്ലോ. പോയില്ലേ? ബഗ് പറഞ്ഞ കേട്ടായിരുന്നോ? പ്ലേയേഴ്സിന് റിവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് കേട്ടോ. അല്ല, പാക്കറം വന്നോ പറഞ്ഞ ബഗ്ഗ. അവനോട് ചോദിക്കുന്നത് ഡൈനു തിരക്കി നോക്കണേ എന്താന്ന്. ചേടാ, ഞാൻ സിറ്റിയിലുണ്ടെങ്കിൽ ഞാൻ നോക്കിയാലത്. കണ്ണ് വെച്ച് ചെയ്യണം. ഡൈനു ഒന്ന് പാക്കറിനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഡൈനുവിനെ അറിയാൻ പറ്റും. മനസ്സിലായോ? അവൻ വന്ന് പറഞ്ഞ 5000 ബെറ്റ് എന്നാണ് പാക്കറെന്തൊരു 5000 വെയ് ബെറ്റ് വേണം. അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോ തരാന്ന് പറഞ്ഞ് ഉടായി പറക്കരുത്. ഇല്ല 5000 രൂപ ബെറ്റ്. പാക്കറിന്റെ വിളി അവൻ തന്നെ ചെയ്തോളൂ. ഹലോടാ. അല്ല നട്ടോ കിൽഫീൽഡിന്റെ ഇത് UA എഡിറ്റ് ചെയ്യുന്നതിന്റെ കമാൻഡ് അത് വരുന്നടാ. /kill notification അല്ല, ഹഡ് ഡ്രാഗ്. ഹഡ് ഡ്രാഗോ? അത് തന്നെ. ഓ ശരിയാന്നല്ലോ. ഇന്ത്യ വന്നില്ലേ? ആ ഇതിപ്പോ ടർഫ് ഓൾമോസ്റ്റ് തീർന്നു. KVയുടെ ഒരു പ്ലെയർ ഡൗൺ. B30ന്റെ 2 പേരോ 3 പേരോ എന്താ ചത്തം തോന്നുന്നു. അല്ല ഹെൽപ്പ് എടുത്തോണ്ടല്ലോ. അത് അവര് സൗണ്ട് ഓണോ കുഴപ്പമില്ല പറഞ്ഞോ. എന്തായാലും പറ പാക്കറ പറ. എന്താ ബഗ് എന്താ? വേറെ പറയടാ പാക്കറ, ബഗ് എന്താന്ന് പറഞ്ഞീ. അങ്ങനെ ഒരു ഭംഗിയില്ലാതെ എന്നോട് ഡൈന് പറയാൻ പറഞ്ഞു. അപ്പൊ 5000 രൂപ ഡൈനു. 5000 രൂപ 5000 രൂപ 5000 രൂപ എടുത്തോളാം കേട്ടോ. ബാക്കെടുത്ത് കാണിച്ചാ മതിയോ? മതി ലൈവ് ആക്കെടുത്ത് കാണിച്ചാൽ മതി. ലൈവ് ഇട്ടത് കാണിച്ചേക്കാം. എങ്കിൽ 5000 രൂപ അയച്ചു തരിക. 5000 രൂപ ആകട്ടുള്ള കാര്യം. നിനക്ക് 1000 രൂപ പാക്കറ, ഞാൻ തരാം 1000 രൂപ. ശരിയാക്കി തരാലോ. എനിക്ക് ലൈവ് എടുത്ത് നോക്കാൻ പറ്റത്തില്ല. ഇത് തീർന്നിട്ടേ നോക്കാം. ലൈവിലല്ല, ഇപ്പൊ തെറ്റി കയറി കാണിക്കാ. ഓ അത് റീസ്റ്റാർട്ട് അടിച്ചു കേട്ടോ. ആള് ഫിക്സ് ചെയ്ത് റീസ്റ്റാർട്ട് അടിച്ചു കേട്ടോ. TX ഒന്ന് കേക്കണേ. TX ഒന്ന് കേക്കണേ. ഇല്ലല്ല ലൈവിൽ അതൊക്കെ എടുത്ത് അതൊക്കെ എന്തോന്ന് ഡൈനു എന്ത് വിശേഷം? മോശം സമ്മതിക്കത്തില്ല കേട്ടോ. അടിച്ചൊക്കെ പറയുവാ. ബഗ്ഗില്ല, ചത്തന്നെ സമ്മതിക്കത്തില്ല.
എന്നോട് പറയാ അത് അങ്ങനെ പ്ലേയേഴ്സ് പറഞ്ഞാന്ന് പറഞ്ഞാൽ മതി, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായില്ല. നിന്റെ ഇവിടെ വീട്ടിൽ വന്നു സോറി. തമ്പിരാജൻ ഒരാൾ ഒരു പിക്ക് തമ്പിരാജൻ കമോൺ. ഇല്ല തമ്പിരാജൻ ഉണ്ടാവും. തീർന്നോടാ? നോക്കട്ടെ. ആകെ 8 പേരെന്താ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടുപേരും ഇപ്പഴും കാണിക്കുന്നു. ഇപ്പോഴും രണ്ടുപേരും കൂടി ആ, കായായി. രണ്ടുപേരും കൂടി ഇല്ലേ? ഇല്ല കഴിഞ്ഞില്ല അടിക്കില്ലേ? ഇല്ല, ഒരാളും കൂടി ഉണ്ട്. അതല്ല ഇതിനുള്ളിൽ ആരും ഇല്ലെന്ന്. അങ്ങനെ ലോക കില്ലിസ് നോക്കട്ടെ. വസബിയെക്കാട്ടി കൊള്ളാം കേട്ടോ. CPMS കുറവാ. ആണോ? ഇല്ല, രണ്ടുപേരും കൂടി 0.00. രണ്ടുപേരും കൂടി ഉണ്ട്. മൈക്കി 1 2 3 4 5 പേരെ ചത്തിട്ടുള്ളു. അവര് 4 പേര് അലൈവാ കേട്ടോ. ആരും ഒന്നും ചെയ്തേക്കല്ലേ. 5 പേരുണ്ട് തോന്നുന്നുണ്ടല്ലോ. അവർ 5 പേരായിട്ടുണ്ടോ? അപ്പൊ 5 പേരായി. ചത്താലറിയാണ്. എന്റെ അമ്മേ അറിഞ്ഞാൻ പുറഞ്ഞ അടി. കുഴപ്പമില്ല, അവരുടെ ആദ്യത്തെ ടർഫാണ്. എല്ലാവരും തെറ്റുകളിൽ നിന്നും നല്ല കാര്യങ്ങൾ പഠിക്കട്ടെ. അപ്പൊ നമ്മള് മറ്റേ വൈപ്പ് ചെയ്തില്ലേ ലോയാലിറ്റി പോയിന്റ്, അപ്പൊ ഈ ടർഫ് വിളിച്ചവരത് മറ്റേതിൽ കൗണ്ട് ചെയ്യോ? ഏത് ടർഫ് വിളിച്ചു പറഞ്ഞ? ടർഫ് വിളിച്ചിട്ട് കുറച്ച് മറ്റേത് പോയിട്ടുണ്ടാവുമല്ലോ. അതായത് ഇല്ലില്ല, നമ്മൾ ലോയാലിറ്റി പോയിന്റ് ടർഫ് വിളിച്ച് ചെയ്തതിന് ശേഷം രാത്രി 2 മണിക്കാണ് റീസെറ്റ് ചെയ്തത്. മനസ്സിലായോ? അതായത് ടർഫ് കോൾ കഴിഞ്ഞില്ലേ? ടർഫ് കോൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പോയിന്റ് റീസെറ്റ് ചെയ്തത്. അതായത് ഇപ്പൊ അയക്കണം 5000 രൂപ. അയക്ക്. വാക്ക് പറഞ്ഞ വാക്ക് അയക്കണം. ആണുങ്ങൾക്കൊക്കെ ഒരു വാക്കേ ഉള്ളു കേട്ടോ. ഡൈന് പോയാ അതിനൊക്കെ പോയി. ഓക്കെ, ഹിറ്റ്മാൻ, അതേപോലെ ഇക്രു ആൻഡ് തലപതി ആൻഡ് കാൾട്ടൺ ഉണ്ടോ? റാംസർ ഉണ്ടോ? ഹലോ, ഇതാര്? ഇതെന്താ സംഭവം? പിള്ളേര് പോരല്ലേ? ഇറക്കി കളവന്മാരൊക്കെ ഇറക്കേണ്ടി വന്നു ഇവിടെ. തോക്ക് നോക്കുമ്പോ ഇറക്കുന്നുണ്ടോ? ഉറപ്പാണോ? ഉറങ്ങാതിരുന്നാ മതി. ഉറക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തറയെ കളിക്കാതെ അങ്ങോട്ട് ചാടി അങ്ങോട്ട് ചെല്ലാം അങ്ങോട്ട് അവരുടെ നെഞ്ചത്തോട്ട്. ഓക്കെ, വിതടിന് അപ്പൊ ഈ ഒരു ആംഗിളിൽ നിന്ന് അവർ കയറാൻ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ബട്ട് ആ ഒരു ഓപ്പൺ ആംഗിളോട്ട് അവർ എങ്ങനെ ഓടി വരും? അവർ ഓൾറെഡി സ്പോട്ടഡ് ആണ്. ഓക്കെ, ലെഗസി ഓൾറെഡി അവരെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അവർ 2 പ്ലേയേഴ്സ് ആ ഒരു സൈഡിൽ നിന്ന് പുഷ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള അവരുടെ പ്ലേയേഴ്സ്, ഹിറ്റ്മാൻ ഇവിടെ ഓൾറെഡി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ ഒരു ആംഗിളിൽ നിന്നും B13 പ്ലേയേഴ്സ് പുഷ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു സോണിലോട്ടൊരു എൻട്രി എങ്കിലും അവർക്ക് കൊടുക്കാം. എല്ലാ സോണും മെഗാമോളിൻ്റെ അടുത്താണല്ലോ. മണി ടർഫിൽ ഉണ്ടായ ഔട്ട്സൈഡിൽ മാത്രമേ സോൺ പോകുന്നുള്ളൂ. അങ്ങനെ ഇല്ലടാ. ഇതിന് മുന്നേ ഇത് ശരിയാണ്, ലാസ്റ്റ് 2 ടർഫ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ, ഇതിപ്പോൾ ഇതും കൂടെ ചേർത്ത് 3. പക്ഷേ ഇതിൻ്റെ സോൺ വരുന്ന പല ഏരിയയിലോട്ട് വരുന്നുണ്ട്. മനസ്സിലായോ? നമുക്ക് സോൺ മെക്കാനിസം മാറ്റാൻ പറയണ എന്നോട് എന്താ പറയുന്നത്? പുല്ലെല്ലാം മറന്നു. ടർഫ് വലുതാക്കുന്നതിന്റെ കമാൻഡ് എന്ത് വരുന്നത്? ടർഫ് ആണോ? വലുതാക്കാം. എല്ലാം മറന്നു. ഓ, അതിലെന്തൊക്കെയാ ചെയ്യാൻ പറ്റും? ആ ലോക്ക് മാറ്റിട്ടുണ്ടെങ്കിൽ അതിലുള്ള ഓരോ ഇതൊക്കെ മാറ്റാൻ പറ്റും. KV എന്നുള്ളത് എല്ലാം മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും റീസെറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ അല്ലേ? ഇതെവിടെ എഴുതി അങ്ങോട്ട് ഈ കമാൻഡൊക്കെ മറന്നു പോകുന്നു. അപ്പൊ ഇത് നമുക്ക് മൂവ് ചെയ്യാനൊക്കെ പറ്റും. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മൂവ് ചെയ്ത് വലുതാക്കാനൊക്കെ പറ്റും. ആവശ്യമുള്ള സാധനങ്ങളായി. അപ്പൊ അതിന് കുട്ടിയെല്ലാം മറന്നിരിക്കുന്നു. കുറെ നാളായില്ലടാ. മറക്കും, ആരായാലും മറക്കും. മറവി ഒരു രോഗമാണല്ലോ. എനിക്ക് റിയാലിറ്റി ചെയ്യാം.
ഡൈനു പോയി ഡൈനു പോയി പുതിയ 2 സ്ക്രിപ്റ്റ് ഐഡിയാസ്. കുളമാക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ എഡിറ്റ് ചെയ്തിട്ട്. റീസെറ്റ് അടിക്കും. റീസെറ്റ് ഉണ്ട്. അല്ലേ റീസെറ്റ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അത്. അപ്പോൾ അവരുടെ ലാസ്റ്റ് 5 പേർ ഇപ്പോൾ ടർഫിലോട്ട് കുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ B13 ഹാർഡ് റഷാണ് ചെയ്യുന്നത്. എന്താണ് പറയുന്നത്? എന്താണോ പ്രായമായവരെ കളിയാക്കുന്നോ? ഓക്കെ, B13 ഡയറക്റ്റ് സോണ്ടാത്തോട് എൻ്റർ ചെയ്ത് അവരവിടെ നിർത്തി ഇറങ്ങാനുള്ള പരിപാടി തോന്നുന്നു. അവരുടെ എല്ലാ പ്ലേയേഴ്സും ഓക്കെ. അടുത്ത വീഡിയം ഹോക്കിനെ എടുത്തോണ്ട് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഹോക്കിയുടെ കാര്യത്തിൽ തീരുമാനമായി. ബ്രോ ഒന്ന് പോണേ ബ്രോ, അകത്ത് കയറുമ്പം പോണേ, വെളിയിൽ പോണേ. അങ്ങനെ രണ്ടാമത്തെ പിക്ക് KVക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഹോക്കിനെയാണ് അവർക്ക് ദാരുണമായി നഷ്ടപ്പെട്ടത്. ഓ മൈ ഗോഡ്, ഈ വണ്ടി പൊട്ടി. അവർ രണ്ടുപേരും അവിടെ പോയി. ആ രണ്ടുപേരും ചത്ത് കാണും. ഈ വണ്ടിക്കകത്തുള്ളവരെ എത്തും. ആ വണ്ടി വന്ന് 2 പേര് പോയി ആണല്ലേ? ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള 3 പേരാണുള്ളത്. കണ്ണൻ നായർ, ഇച്ചിഗോ കുറോസാക്കി, ടെൻസ ഡയോ. ഓക്കെ, ഹലോ 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 ഹലോ. ആ പറ. ആരും ചെയ്തിട്ടില്ല. ആര് പോളെ നീ ആരും ചെയ്തിട്ടില്ല. ഞാൻ കാര്യമാണെന്ന് പറഞ്ഞു കേട്ടോ. അവരുടെ ഫസ്റ്റ് ടർഫാണ്. മീഡിയം ആയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടർഫ് അങ്ങനെ ചിന്തിക്കുന്നതല്ല അവര് ജയിച്ചു എന്ന്. റീഎൻട്രി ഇല്ല ആർക്കും ഇല്ല. എന്താണ് കേട്ടാ ആർക്കും നീ എന്താ മീഡിയം ആണെന്നുണ്ടെങ്കിൽ FRP അല്ലേ? നിനക്ക് FRP അടിച്ചിട്ട് പോവാം, അത്രേ ഉള്ളൂ. കഴിഞ്ഞോ? ഇല്ല, 3 പേരോടുണ്ടല്ലേ. ഇത് ഓക്കെ ആണോ? എന്ത് പറ്റുമോ? മീഡിയം ആയിട്ടുണ്ടെങ്കിൽ റീഎൻട്രി ഇല്ല. കണ്ണൻ നായരുടെ മകൻ മാസ് വരിക, ഒരു ഇൻകമിങ്. ബട്ട് കണ്ണൻ നായർ ഡൗൺ. അതേപോലെ തന്നെ ടെൻസ ഡിയോ പാവൻ സോണോട്ടിൽ നിന്നാണ് ഓടി വരുന്നത്. ഹീൽ ചെയ്യുന്നു. ടെൻസ ഡിയോ ഡൗൺ. ഇനി ആരെല്ലാം ഉണ്ടോ ബാക്കി? അവരുടെ പോയോടാ ചോദിച്ചേ, തീർന്നോന്ന് ചോദിച്ചേ. നോക്കട്ടെ. തീർന്നോ ചോദിച്ചേ. ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. ചോദിക്കൂ. ഇവര് GRV അടിച്ചിട്ടുണ്ടെങ്കിൽ വരത്തില്ലല്ലോ. അടിച്ചിരുന്ന അവിടെ പിന്നെ എവിടെ പോകുന്നത്? മറ്റേ ഇവിടെ പോകും, ഗ്യാങ് ഹൗസിലോട്ട് പോകുന്നു. അല്ല ഗ്യാങ് ഹൗസിലല്ല, ഇവിടെ കോമൺ ആയിട്ടുള്ള സ്ഥലം ഉണ്ടല്ലോ. ഇനി നിന്നെ തന്നെ GRV അടി. ഹലോ നിങ്ങൾ തീർന്നോടാ? കഴിഞ്ഞോ? അങ്ങനെ ചോദിച്ച പ്രശ്നമാവോ? അല്ല, ഓളോടായോന്ന് ചോദിച്ചാൽ മതി. ഹലോ ആരുമില്ല. അവര് കേറിക്കൊണ്ടിരിക്കുന്നോളടാ. B13 ഒരാള് കേറും, കണക്ട് ചെയ്യുന്നു. അതും കൂടെ കഴിഞ്ഞിട്ട് നോക്കാം. ഇപ്പൊ ചത്തോറ് ആരുടെ ചെന്ന് പോയി നോക്ക്. ഹലോ, ഓൾഡൺ ആണോടാ? ആണല്ലേ? ഓക്കെ, ആണെന്നാ പറഞ്ഞത്. എന്താക്കി ഡൈനാമിക് ഡേവിസ് പിന്നെ